ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് നമുക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 മുട്ടയും 2 ഉരുളക്കിഴങ്ങും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചാലോ. അപ്പോൾ അതിന് വേണ്ടി 2 പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് ഐസും ഇത്തിരി പഞ്ചസാരയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് ഞാൻ ഇടയിൽ കുടിച്ചിട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച പുതിയൊരു നമ്മുടെ ചോപ്പിംഗ് ബോർഡാണ്. കുറച്ച് പ്രൊഡക്ട്സുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടൻ തന്നെ ഒരു ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി അത് വേവുന്ന സമയം കൊണ്ടേ നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കത് പുഴുങ്ങാൻ വെച്ചിട്ട് അതിൻ്റെ എയർ പോകുന്നതിനും ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കട്ടിങ്സൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ സവോള എടുത്തേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കായിരിക്കും എളുപ്പം എന്ന് വെച്ചു. അപ്പോൾ സവോള അങ്ങനെ ഇട്ടാണ്ട് ഒരു ഇത്തിരി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ചോപ്പർ കൂട്ടാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാൻ കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. വല്ലാണ്ട് എരിവ് അങ്ങനെ ആക്കുന്നില്ല, കാരണം ഇതിൽ കുരുമുളകൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒരു 4 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പറിൽ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അരിഞ്ഞ എന്തായാലും ഇതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചോപ്പർ തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ ക്യാബേജ് ഉണ്ടാക്കാനായാലും അങ്ങനത്തെ പോലെ തോരൻ അതുപോലെ ഇങ്ങനത്തെ ഇങ്ങനെ കുരുകുരുന്നനൊക്കെ അരിഞ്ഞെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ എടുക്കാറ്. ഇതിപ്പോൾ ഒരുപാട് വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഒരു കേടുമില്ല കേട്ടോ. ബട്ടർഫ്ലൈയുടെ ആണ്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. പിന്നെ കുറച്ച് മല്ലിയില കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. മല്ലിയില ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. മറ്റേ ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ കേട് കൂടാണ്ട് ഇതുപോലെ ക്രിസ്റ്റലായിട്ട് ഇരിക്കുന്ന ഇത്തിരി ഐസ് പോലെ ഇരിക്കുന്ന, എന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും. ഞാനൊരു തുണിയിൽ ഇങ്ങനെ കോട്ടൺ തുണിയിൽ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പം നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടും എല്ലാതും ഒരേപോലെ ഈവണായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഫൈനായിട്ട് ആക്കണമെങ്കിൽ ഒന്നുകൂടി ആക്കാം. ഇത്രയും മതി കേട്ടോ. പിന്നെ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ടയുണ്ടല്ലോ, മുട്ട ഞാനിങ്ങനത്തെ ഒരു ഗ്രേറ്റ് ചെയ്യുന്നൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു പകുതി എത്തുമ്പോഴേക്കും അത് പൊട്ടി തുടങ്ങും. പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ്, വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസിൻ്റെ ഉള്ളിൽ ചീസ് വെക്കണമെങ്കിൽ ചീസ് വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചീസ് വെക്കാണ്ടിരുന്നത്. പിള്ളേർക്കൊക്കെ ചീസ് വെക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ചീസ് ഇല്ലാണ്ട് ഉണ്ടാക്കി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ 3 മുട്ടയും കൂടെ അതുപോലെ തന്നെ നമ്മുടെ ഈ 2 പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊലിയും കൂടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലോട്ട് വേണം നമ്മുടെ ഈ മാവിനെ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അതിന് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണം അങ്ങനെ പ്രത്യേകിച്ചൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിലോട്ട് ഇടാം കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ സ്പൈസസൊക്കെ എല്ലായിടത്തും ഈവണായിട്ട് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ ഗാർലിക് പൗഡർ, ഗാർലിക്ക് നമ്മൾ ചോപ്പ് ചെയ്തപ്പോൾ ഇട്ടാണ്, എന്നാലും കുറച്ചും കൂടെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബോൾസ് പോലെ കുഴയ്ക്കുമ്പോൾ വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഉരുട്ടി നോക്കുക. അപ്പോൾ ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് പോലെ അങ്ങനെ കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും കൂടി നമ്മൾ ഈ മുട്ടയുടെയും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഉള്ളിയൊക്കെ ഉള്ള കാരണം ഇത്തിരി വാട്ടറി കൺസിസ്റ്റൻസിയിലുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് കോൺഫ്ലവർ കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുരുമുളക് ചതച്ചത്, പൊടി വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നേരിട്ട് ചതച്ചിടുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അങ്ങനും അല്ലെങ്കിൽ കുത്തി ചതച്ചിട്ടോ എങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട്
നമുക്കൊരു പ്ലേറ്റിലോട്ട് ഫുൾ ഉരുട്ടി മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 3 മുട്ടയും അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും 1 സവോള, അങ്ങനെ എനിക്ക് മൊത്തം ഒരു 19 നമ്മുടെ ഈ എഗ് ലോലിപോപ്പാണ് കേട്ടോ കിട്ടിയത്. 19 ബോൾസാണ് കിട്ടിയത്. ചെറിയ ബോൾസായിട്ടാണ് കേട്ടോ ആക്കുന്നത്. നമ്മളൊരു കോഴിമുട്ടയുടെ വലുപ്പത്തിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വലിയ നാരങ്ങയുടെ വലുപ്പം, അങ്ങനെയാണ് കേട്ടോ അളവ് പറയുകയാണെങ്കിൽ. ഒരു 19 എണ്ണമാണ് കിട്ടിയത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 എണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബോളിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിരിക്കെ. അപ്പോൾ ആദ്യം തന്നെ ബോൾസാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് ബ്രെഡ് ക്രംസ് ഉണ്ട്. പിന്നെ ഞാൻ മുട്ടയുടെ വെള്ളയിൽ മുക്കണേക്കാട്ടും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് എളുപ്പമായിട്ടും നല്ലൊരു കോട്ടിങ് പോലെ തോന്നുന്നത് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് പോയി ആകെ ഒരു മെസ്സി പോലെയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കോൺഫ്ലവറിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പരത്തി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ട് ഫുൾ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം കൈ കഴുകി കഴിഞ്ഞിട്ട് ഓരോരോ ബോൾസാക്കി എടുക്കുകയാണ് കേട്ടോ. ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോൾസ് പോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതായത് ഇതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടേ. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കൊരു അരമണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ടൈം കിട്ടുമ്പോൾ രാവിലെയൊക്കെ നമ്മൾ വേവിച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് മാറ്റി കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബോൾസായിട്ട് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. അങ്ങനെ ആയാലും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കത്തില്ലേ നമ്മൾ ഫ്രീസറിൽ, അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പം ചട്ടിയിലോട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതാവുമ്പോഴേ നമുക്ക് കുറച്ച് ഓയിൽ മതി. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഇങ്ങനെ തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ. വളരെ സിമ്പിളാണ്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയുടെ പകുതി കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നല്ലപോലെ എന്താ പറയുക, മുട്ടയായാലും വെന്തതാണ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങായാലും എല്ലാം വെന്തതായ കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമുക്കൊരു ഫോർക്കോ സ്പൂണോ അതിന് വെച്ച് ഇങ്ങനെ തിരിച്ചിടാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ഒരേ സൈഡ് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാൻ നോക്കാണ്ട് ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലും ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൻ്റെ ഉള്ളായാലും പുറമായിട്ട് ഒരേപോലെ ക്രിസ്പിയാവും. ഇതാവുമ്പോൾ ഉള്ളിൽ നല്ല ക്രിസ്പിയും നമ്മുടെ ഉള്ളല്ല, പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് ഇത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഇതിടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ശബ്ദമാണ്. അപ്പോൾ അത്രയ്ക്കും ക്രിസ്പി ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാട്ടത്. നമുക്ക് ഓരോ നെക്സ്റ്റ് ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ചും ഇതേപോലെ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള വെജ് മയോനൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ സോസിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വെജ് മയോനൈസാണ് കേട്ടോ. വെജ് മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ. ഉള്ളിൽ കണ്ടോ നല്ല സോഫ്റ്റാണ്, പുറം നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടുണ്ട്. അത് നമ്മുടെ ഈ കോട്ടിങ് കണ്ടോ, നമ്മുടെ ഈ എന്താ പറയുക കോൺഫ്ലവറിൻ്റെതാണ് കേട്ടോ. ഓക്കെ, മുട്ട വെച്ച് കോട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഈ കോൺഫ്ലവർ ആകുമ്പോൾ നല്ല എന്താ പറയുക ഒരു ലെയർ പോലെ നമുക്ക് ഫോം ചെയ്യും. പൊട്ടിയൊന്നും തീരെ പോവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.